വരുണിന്റെയും ക്ഷേമയുടെയും ലേറ്റസ്റ്റ് റിവ്യൂലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ എല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പത്മിനി അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉർവശി വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉർവശിയോട് കഴിഞ്ഞില്ലേന്ന് പത്മിനി ചോദിക്കുമ്പോൾ കത്തിക്ക് തീരെ മൂർച്ചയില്ലാന്ന് ഉർവശി പറയുന്നുണ്ട്. കത്തിക്ക് മൂർച്ചയില്ലാത്തതല്ല പ്രശ്നം, ചെയ്യാൻ മനസ്സിലാത്തതാണെന്ന് പത്മിനി പറയുന്നുണ്ട്. ഉർവശിക്ക് ഇപ്പോഴെപ്പോഴും കൽപ്പനയുടെ പിറകെ നടക്കാനാ താല്പര്യം. മുൻപ് പാചകത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പത്മിനി. ചെറിയമ്മ എന്തെങ്കിലും ചെയ്യുന്നതിന് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്ന കൽപ്പന പറയുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഈ കുടുംബത്തിൽ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതെന്താണാവോ ഞാൻ അറിയാത്ത ഒരു ജോലിയെന്ന് പത്മിനി പറയുമ്പോൾ സൂര്യയുടെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, അത് മതിയിലോ ജന്മം മുഴുവൻ ജോലി എടുക്കാനെന്ന് കൽപ്പന പറയുന്നുണ്ട്. അടുക്കളപ്പണി എനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടുവന്ന മുരണിയെ മുത്തശ്ശി അടുക്കളപ്പണി അറിയില്ല എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് കുറവാണെന്ന് പറയുന്നുണ്ട്. അത് അഹങ്കാരത്തോടെ ഇങ്ങനെ വിളിച്ചു പറയണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാർക്കും പാചകം അറിഞ്ഞുകൂടായികയൊന്നുമില്ല. ഇതാ പ്രിയങ്കമോളെ നോക്കുന്ന മുത്തശ്ശിയുടെ കൂടെ വന്ന പ്രിയങ്കയും ചൂണ്ടിക്കാട്ടി അവർ പറയുന്നുണ്ട്. പ്രിയങ്കമോള് നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പരിഭ്രമത്തോടെ എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക. എന്നിട്ട് ആ മായാജാലം ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് കൽപ്പന പറയുമ്പോൾ കൽപ്പനയുടെ ആ ഒരു ആക്ഷേപം നമുക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് പത്മിനിയോട് ചട്നി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നുണ്ട് പത്മിനി. എന്നാലും എന്നാ പ്രിയങ്കമോൾ ചട്നി ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോഴെങ്കിലും കൽപ്പനയും ഉർവശിയും മോളെ ഒന്ന് സമ്മതിച്ചു കൊടുക്കൂലോ എന്നും പറയുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, എനിക്കിപ്പോൾ പറ്റില്ല എന്ന് ഇന്നലെ രാത്രി ചെറിയ തലവേദന ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. കുളിക്കാതെ അടുക്കളയിൽ കയറരുതെന്ന് അമ്മ പറഞ്ഞേക്കണേന്നും പറയുന്നുണ്ട്. അതാണോ കാര്യം, എന്നാ പോയി മോള് കുളിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പ്രിയങ്ക അങ്ങ് പോകുമ്പോൾ ഓരോ രീതികളുടെ വ്യത്യാസം കണ്ടോ. കുളിച്ചിട്ട് അടുക്കളയിൽ കയറുക എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ കളിയാക്കാൻ തോന്നുന്ന കാര്യമായിരിക്കും. പക്ഷെ അത് പറഞ്ഞു വെച്ച പഴമക്കാർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നറിയോ? ശുദ്ധ ചെയ്ത മനസ്സും ശുദ്ധിയായ ശരീരവും കൊണ്ട് പാചകം ചെയ്താലേ മനസ്സറിഞ്ഞ് വിളമ്പാൻ പറ്റുമെന്ന്. അത് പ്രിയങ്കമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോകുമ്പോൾ പത്നിയും കൂടെ പോകുന്നുണ്ട്. ആ സമയം ചെറിയമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ചട്നി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേ പാവം ആള് പെട്ടെന്നൊക്കെ ടെൻഷനായി എന്ന് പറയുന്നുണ്ട് കൽപ്പന. തോന്നിയെന്ന് ഉർവശിയും പറയുന്നുണ്ട്. ദേവനാരായണന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന ആ വേലക്കാരി പെണ്ണാണെന്ന് ഉർവശി പറയുന്നുണ്ട്. തലയിൽ കയറ്റി വെച്ച് നടക്കട്ടെ, അവൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നമുക്കത് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണമെന്ന് കൽപ്പന പറയുമ്പോൾ അതിനെന്താ മാർഗം എന്ന് ഉർവശി ചോദിക്കുന്നുണ്ട്. മാർഗമുണ്ട്, നാളെ വരുണിന്റെ ബർത്ത്ഡേ അല്ലേ, പുതുമണവാട്ടിയുടെ കൈപുണ്യം അറിയാൻ നാളത്തെ പാചകം അവളെ ഏൽപ്പിക്കാമെന്ന് കൽപ്പന പറയുന്നുണ്ട്. നമുക്ക് അവൾക്ക് മുത്തശ്ശിക്ക് ഒരു പണി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് പ്രിയങ്കയും പത്മിനിയും വിളമ്പി കൊടുക്കുകയാണ് എല്ലാവർക്കും. പ്രിയങ്കയ്ക്ക് ഇരുന്നൂടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതാ കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല, എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞ് പത്മിക്കും ഒപ്പം ഇരുന്ന് കഴിക്കാമെന്നാ പറയുന്നതെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. വരുണിനെ കറിയൊക്കെ നിർബന്ധിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയങ്ക. പെട്ടെന്ന് വരുണിനോട് നിന്റെ ബർത്ത്ഡേ അല്ലേ, എന്തേ നിന്റെ പ്രോഗ്രാം എന്ന് ചെറിയച്ഛൻ ചോദിക്കുമ്പോൾ എന്നത്തെയും പോലെ സാധാരണ ഒരു ദിവസം എന്ന് വരുൺ പറയുന്നുണ്ട്. അതെങ്ങനെയാ, ഈ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയില്ലേ, വിവാഹം കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, ഇത് നമുക്ക് ഗംഭീരമാക്കണം എന്ന് ഉർവശി പറയുന്നുണ്ട്. ആ സമയം നമുക്ക് നാളെ പ്രിയങ്കയുടെ വക സദ്യ ആകട്ടെ എന്ന് കൽപ്പന പറയുമ്പോൾ അതെങ്ങനെയാ ഇത്രയും പേർക്ക് മോൾ ഒറ്റയ്ക്ക് സദ്യ ഒരുക്കുന്നതെന്ന് പത്മിനി പറയുമ്പോൾ തനിച്ച് ചെയ്യേണ്ട, നമുക്ക് എല്ലാവർക്കും സഹായിക്കാം, പക്ഷെ കൂട്ട് പ്രിയങ്കയുടെ ആയിരിക്കണം എന്ന് കൽപ്പന പറയുന്നുണ്ട്. പ്രിയങ്ക മോളെ, മോളുടെ കഴിവ് തെളിയിക്കേണ്ട അവസരം നാളെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട് പ്രിയങ്ക. പിന്നീട് പ്രിയങ്ക പോയി സ്വന്തം റൂമിൽ കയറി കഥ കിടക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ശ്യാമയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് നാളെ അമ്പലത്തിൽ വരാനും പാചകം ചെയ്യാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു തരാനും പറയുന്നുണ്ട്. ഞാൻ എന്തേലും പറഞ്ഞ് അമ്പലത്തിൽ വരാമെന്നും പറയുന്നുണ്ട്. പിറ്റേന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങി വരുന്നുണ്ട് പ്രിയങ്ക. അച്ഛന്റെ അടുത്ത് വന്ന് അമ്പലത്തിൽ പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. മോളെന്താ നേരത്തെ പറയായിരുന്നെന്ന് അമ്മ ചോദിക്കുമ്പോൾ വരുണിന്റെ വരുണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പൂജയ്ക്ക് അച്ഛനോട് ഒരു വഴിപാടിന് പറഞ്ഞിരുന്നു. എനിക്ക് നടയിലിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും വേണം തനിച്ച്, അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. എന്നാലും വരുണിനെ കൂട്ടായിരുന്നില്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വരുണിനെ തിരക്കല്ലേന്ന് അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക. പെട്ടെന്ന് അവിടേക്ക് വരുൺ ഇറങ്ങി വരുമ്പോൾ വരുണിനോട് പ്രിയങ്കയെ തനിച്ചു വിടണ്ടാന്നും വരുണിനോടും കൂടെ ചെല്ലാൻ അച്ഛൻ പറയുന്നുണ്ട്. ഒരാളെ കാണാനുണ്ട്, അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും വരുണിനോട് അച്ഛൻ പ്രിയങ്കയൊക്കെ പോകാൻ നിർബന്ധിക്കുന്നുണ്ട്. ആ സമയം ടെൻഷൻ അടിച്ച പ്രിയങ്ക മുറിയിലേക്ക് കയറി ഓടിപ്പോയി ഫോൺ എടുത്ത് ശ്യാമ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ശ്യാമ ചേച്ചിയോട് അവിടെ നിന്ന് പൊക്കോളാൻ പറയണം എന്ന് വിചാരിച്ചിട്ട് ശ്യാമയെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. ഫോൺ കയ്യിലെടുത്ത് പോകാൻ നോക്കുമ്പോൾ പത്മിനി വന്ന ഫോൺ എവിടെ വെച്ചിട്ട് പോകാനും മറ്റും പറയുന്നുണ്ട്. അമ്മ ഭദ്രമായി വച്ചോളാന്ന് പറഞ്ഞ് പത്മിനി ഫോൺ കയ്യിൽ മേടിക്കുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്. ആ സമയം ശ്യാമ വരുമ്പോൾ എവിടെ പോയിട്ട് വരികയെന്നൊരു പരിചയക്കാരി ചോദിക്കുന്നുണ്ട്. തുണിക്കട വരെ പോയിട്ട് വരികയാണെന്നും അച്ഛനൊരു ഷർട്ട് എടുക്കാൻ പോയിട്ട് വരികയാണെന്നും ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ വരുണും പ്രിയങ്കയും അമ്പലത്തിലെത്തുമ്പോൾ പ്രിയങ്കയെ കാത്തുനിന്ന ശ്യാമ വരുണിനെ കണ്ടു ഞെട്ടിയിട്ട് ദൈവമേ, ഇവള് തനിച്ചു വരാമെന്നാണല്ലോ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ട്.